ചെടികൾ നട്ട് വളർത്താൻ ഇഷ്ടമില്ലാത്തതായിട്ട് വളരെ ചുരുക്കം പേരായിരിക്കും. പക്ഷേ സ്വന്തം വീടിൻ്റെ ഫ്രണ്ടിൽ വെയിലില്ലാത്തതുകൊണ്ട് ചെടികൾ നടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ശരിയാണ്, ഫ്ലവറിങ് പ്ലാന്റ്സിന് നല്ല വെയിൽ അത്യാവശ്യമാണ്. വെയിലുണ്ടെങ്കിൽ മാത്രമേ ഫ്ലവറിങ് പ്ലാന്റ്സിൽ നന്നായിട്ട് പൂവിടുള്ളൂ. ഇനി അധികം വെയിലില്ലാണ്ടും പൂക്കളിടുന്ന ഫ്ലവറിങ് പ്ലാന്റ്സും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ പ്ലാന്റ്സുകൾ ചൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. വീടിന് പുറത്തും നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അത് ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. അത് ഞാനൊരു മരത്തിൻ്റെ ഷെയ്ഡിലാണ് വെച്ചിട്ടുള്ളത്. അത് എത്രമാത്രം ഭംഗിയിലും ബുഷിയായിട്ടും ഒക്കെയാണ് നിൽക്കുന്നത് ഞാൻ കാണിച്ചത്. നിറയെ പൂക്കൾ വേണം, പക്ഷേ എൻ്റെ വീട്ടിൽ വെയിലില്ല, കുഴപ്പമില്ല, ഈ പ്ലാന്റ് നട്ടാൽ മതി. ഇതിനധികം വെയിലൊന്നും വേണ്ട, നല്ല ഷെയ്ഡിൽ വെച്ച് നമുക്ക് വളർത്തിയെടുക്കാം, നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഈ പ്ലാന്റ്സ് എല്ലാം ഞാൻ ഷെയ്ഡിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വളരുന്നുണ്ട്. ഓരോ ചെടികൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു വളരുന്ന രീതിയുണ്ട്. ആ രീതിക്ക് അനുസരിച്ചുള്ള സ്ഥലം ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വളർന്നു കിട്ടും. പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ പീസ് ലില്ലി. ഇതിനധികം വെയിലൊന്നും വേണ്ട. ഇനി വെയിലില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചെടികൾ വളർത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പരാതിയും വേണ്ട. ഈ ഒരു ചെടിക്ക് അധികം വെയിൽ വേണ്ട. ഷെയ്ഡാണ് ഈ ചെടി ആഗ്രഹിക്കുന്നത്. ഷെയ്ഡിൽ വെക്കുക, ഇടയ്ക്ക് കുറച്ച് ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുക. അധികം വെള്ളത്തിൻ്റെ ആവശ്യവും ഇല്ല. നല്ല രീതിയിൽ ഈ ചെടി വളരുകയും ചെയ്യും. ഇതൊക്കെ ഓരോ തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പ്ലാന്റ്സുകളാണ്. ഇത് കണ്ടോ, ഇത് മരമുല്ലയാണ്. ഈ മരമുല്ലയുടെ ഷെയ്ഡിലാണ് ഞാൻ ഈ എപ്പീഷ്യ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. ഇത് മതിലിനോട് ചേർന്ന് ഒരു കയർ ഇതുപോലെ സപ്പോർട്ട് രണ്ട് സൈഡിലും കെട്ടി കൊടുത്തിട്ട് ഈ എപ്പീഷ്യ പ്ലാന്റിനെ ഇതുപോലെ ഹാങ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അത്ര വെയിലൊന്നുമില്ല. ഈ മരം വെയിലുണ്ട്, പക്ഷെ മരം നിൽക്കണോണ്ട് നല്ല ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഷെയ്ഡിൽ ഇത് നല്ല രീതിയിൽ വളരുകയും ചെയ്യും. കണ്ടോ, ഇപ്പോൾ ഇതിൽ നിറയെ പൂക്കൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. വേറെ നല്ലൊരു ഓപ്ഷനാണ് ഈ ബിഗോണിയ പ്ലാന്റ്. ഇതിലാണെങ്കിൽ അധികം വെയിലൊന്നും വേണ്ട, ഷെയ്ഡിൽ വെച്ച് നമുക്ക് വളർത്താം. ഇനി പൂക്കൾ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. വെയിലില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും നടുന്നില്ല എന്ന് ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്ലാന്റ്സ് അതാണ് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കുന്നത്. എത്ര വെയിലില്ല എന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം എന്തായാലും ഉണ്ടാകും. ചിലപ്പോൾ അത് ടെറസിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ ബാൽക്കണിയുടെ അവിടെ ആവാം. എവിടെയാണെന്നുള്ളത് ഓരോരുത്തരുടെയും വീടിൻ്റെ ഒരു ഇതനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കാണേണ്ടത് പൂക്കളാണ്. അപ്പോൾ ആ വെയിൽ വേണ്ട ചെടികളെ ആ ഒരു കറക്റ്റായിട്ട് നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തും വെക്കുക. ഇതുപോലുള്ള ചെടികൾ ഇപ്പോൾ ഈ കാണിക്കുന്ന അഗ്ലോണിമ, ഇതിന് ഒട്ടും വെയിൽ വേണ്ടാത്തതാണ്. നന്നായിട്ട് ഷെയ്ഡിൽ വളരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക, എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് വെയിൽ വരുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പ്ലാന്റ്സിനെ സെറ്റ് ചെയ്തെടുത്താൽ പ്ലാന്റ്സ് എപ്പോഴും നല്ല രീതിയിൽ വളർന്ന് കിട്ടുകയും ചെയ്യും. ഗാർഡൻ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.